ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ +1 എക്കണോമിക്സിൻ്റെ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന പുസ്തകത്തിലെ ടെക്സ്റ്റ് ബുക്ക് 2 ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന ബുക്കിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് സെക്കൻഡ് ചാപ്റ്റർ ഏതാണ്? ഇന്ത്യൻ ഇക്കോണമി ഫ്രം 1950 to 1990. ഒരു ഫേസാണ് ഇന്ത്യൻ ഇക്കോണമിയുടെ ആദ്യത്തെ ഒരു ഫേസാണ്. ഫ്രം 1947 to 1990 എന്നാണ് പറയേണ്ടത്. പക്ഷെ നമ്മൾ പ്ലാനിങ് 1950 ആരംഭിച്ചത് കൊണ്ട് 1950 നമ്മൾ പ്ലാനിങ് ഒക്കെ ബോർഡൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അതുകൊണ്ട് 1950 to 1990 എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ വേറെ ഒരു കാര്യം, ഫസ്റ്റ് പേജ് നമ്മൾ തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു ബോക്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്, ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് പഠിച്ചിട്ട് വേണം നമ്മൾ മറ്റേ ഇൻട്രൊഡക്ഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് ഇക്കോണമിയും കുറച്ച് പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊരു സമ്പദ് വ്യവസ്ഥയും പല 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 പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്താണ്? ഫസ്റ്റ് പ്രോബ്ലം, വാട്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ് ഇൻ ദ കൺട്രി. അതായത് ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് രാജ്യത്ത് അല്ലെങ്കിൽ ഇക്കോണമിയിൽ, സമ്പദ് വ്യവസ്ഥയിൽ എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഇത് എങ്ങനെയാണ് തീരുമാനിക്കപ്പെടുക? അതാണ് ഒന്നാമത്തെ പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഹൗ ഷുഡ് ദ ഗോൾസ് ആൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടു ബി പ്രൊഡ്യൂസ്ഡ്? ഷുഡ് പ്രൊഡ്യൂസേഴ്സ് യൂസ് മോർ ഹ്യൂമൻ ലേബർ ഓർ മോർ ക്യാപിറ്റൽ ഫോർ പ്രൊഡ്യൂസിങ് ദീസ് തിങ്സ്? ഹൗ ടു പ്രൊഡ്യൂസ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം എന്നതാണ് അടുത്ത പ്രശ്നം. കൂടുതലായിട്ട് ഹ്യൂമൻ പവർ, ലേബർ, തൊഴിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ഉൽപ്പാദനം നടത്തണോ? ഏത് ടെക്നോളജിയാണ് എന്നുള്ളതാണ് ചോദ്യം. അതല്ലെങ്കിൽ കൂടുതലായിട്ട് മെഷീനറി ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തണോ? ഇതും ഒരു സമ്പദ് വ്യവസ്ഥ, ഒരു ഇക്കോണമി തീരുമാനിക്കേണ്ട പ്രശ്നമാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ ഷുഡ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ബി ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പീപ്പിൾ? ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഗുഡ്സ് ആൻഡ് സർവീസസ്, അത് എങ്ങനെയാണ് ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യേണ്ടത്? ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. അപ്പം സിമ്പിളായിട്ട് നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. വാട്ട് ടു പ്രൊഡ്യൂസ് ആദ്യത്തെ ചോദ്യം, രണ്ടാമത്തെ ചോദ്യം ഹൗ ടു പ്രൊഡ്യൂസ്, മൂന്നാമത്തെ ചോദ്യം ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. അപ്പോൾ ഈ 3 പ്രധാന പ്രശ്നങ്ങൾക്കും ഓരോ സമ്പദ് വ്യവസ്ഥയും ഉത്തരം കാണുന്നത് അവിടെ ഏത് എക്കണോമിക് സിസ്റ്റമാണോ നിലനിൽക്കുന്നത് അതിൻ്റെ ബേസിസിലാണ്. അപ്പോൾ ഏതൊക്കെ എക്കണോമിക് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് നമ്മൾ പഠിക്കണം. ലോകത്തിൽ ഏതൊക്കെ തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണ് നിലനിൽക്കുന്നത് എന്ന് പഠിക്കണം. അതിൽ ഫസ്റ്റാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ആദ്യത്തെ എക്കണോമിക് സിസ്റ്റം, അതായത് മാർക്കറ്റ് ഇക്കോണമി ഓർ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ എന്ന് മലയാളത്തിൽ നിങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതാണ് മാർക്കറ്റ് ഇക്കോണമി, കമ്പോള സമ്പദ് വ്യവസ്ഥ, അതല്ലെങ്കിൽ ക്യാപിറ്റലിസം അഥവാ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. അപ്പോൾ അങ്ങനെയുള്ള ഇക്കോണമിയിൽ എങ്ങനെയാണ്, അങ്ങനെയുള്ള എക്കണോമിക് സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ ഇക്കോണമിയുടെ പ്രത്യേകത എന്താണെന്ന് നമ്മൾക്ക് ആദ്യം അറിയണം. One answer to these question is to depend on the market forces of supply and demand. അപ്പം ഈ ഒരു ഇക്കോണമിയിൽ എന്ന് പറഞ്ഞാൽ ഡിമാൻഡിനും സപ്ലൈക്കുമാണ് അവിടെ പ്രാധാന്യം. അപ്പോൾ അവിടെ മാർക്കറ്റിൽ ഏത് ഗുഡിനാണോ കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ആ ഗുഡ്സ് ആയിരിക്കും, ഏത് ഗുഡിനാണോ കൂടുതൽ വില കിട്ടുന്നത് അത്തരം ഗുഡ്സ് ആയിരിക്കും. വാട്ട് ടു പ്രൊഡ്യൂസ് എന്നതിൻ്റെ ഉത്തരം എന്താണ്? ഏറ്റവും വില കിട്ടുന്ന, ഏറ്റവും ലാഭം കിട്ടുന്ന സാധനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായിരിക്കും അവിടുത്തെ. അപ്പം മാർക്കറ്റിൽ നമ്മൾ സാധനം കൊണ്ടു ചെന്നാൽ ഏത് സാധനങ്ങൾക്കാണോ കൂടുതൽ വില കിട്ടുന്നത് അത്തരം ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഹൗ ടു പ്രൊഡ്യൂസ് അല്ലേ. അപ്പോൾ എങ്ങനെ, ഏത് ടെക്നിക്ക് ഉപയോഗിക്കണം, ഏത് ടെക്നോളജി ഉപയോഗിക്കണം. അപ്പം ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ചീപ്പായിട്ടുള്ളത് ഏതാണോ, ലേബറാണ്, മനുഷ്യരുടെ ലേബറാണ്, തൊഴിലാണ് ചീപ്പെങ്കിൽ അവരേത് ഉപയോഗിക്കും?
ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിക്കും. അല്ല മെഷീനറി ഉപയോഗിക്കുന്നതാണ് ചീപ്പായിട്ടുണ്ടെങ്കിൽ അവരെന്ത് മെത്തേഡ് ഉപയോഗിക്കും? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ധാരാളമായിട്ട് മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം നടത്തും. മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട്. ഹൗ ടു ഡിസ്ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ആർക്കാണോ, ഫോർ ഹും ടു ഡിസ്ട്രിബ്യൂട്ട്, ആർക്കാണോ പണം നൽകി സാധനങ്ങൾ വാങ്ങാൻ സാധിക്കുക, ആരുടെ കയ്യിലാണോ പർച്ചേസിങ് പവർ ഉള്ളത് അവർക്കായി സാധനങ്ങൾ വിൽക്കുന്നു. മനസ്സിലായില്ലേ? ഇതാണ് ഈ ഒരു ഇക്കോണമിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് ഞാനൊരു ബോക്സ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കിട്ടുന്നില്ലല്ലോ. അയ്യോ, അപ്പോൾ എൻ്റെയും പരീക്ഷണങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട്, ഞാനും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഒരു ചെറിയ ബോക്സിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാപിറ്റലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ പോയിൻ്റ് ഇട്ടിട്ട് നിങ്ങളത് എഴുതുക. അത് ആ ബോക്സിൽ എഴുതിയത് ഇപ്പം എനിക്ക് എടുക്കാൻ കിട്ടുന്നില്ല. അപ്പോൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾ പ്രോബ്ലംസ് ആർ സോൾവ്ഡ് ബൈ ദ മാർക്കറ്റ് ഫോഴ്സസ്, ദാറ്റ് ഈസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത്. പിന്നെ മാർക്കറ്റ് ഫോഴ്സസ് ആണ് എല്ലാ പ്രശ്നങ്ങളും ഇവിടെ പരിഹരിക്കപ്പെടുന്നത്. അതിന് തന്നെ പ്രൈസ് മെക്കാനിസം എന്നൊക്കെ പറയും. രണ്ടാമത്തത് ഇവിടെ പ്രോഫിറ്റ് മോട്ടീവ്, ഇവിടുത്തെ ഇവിടെയുള്ള സമ്പദ് വ്യവസ്ഥയിൽ ജനങ്ങളുടെ പിന്നെ പ്രോഫിറ്റ്, ലാഭമാണ് പരമപ്രധാനമായ ലക്ഷ്യം എന്നുള്ളത്. മൂന്നാമത്തതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഒന്നുമില്ല. ഗവൺമെൻറ് ഇതിൽ ഇടപെടുന്നില്ല. ഈ മാർക്കറ്റിൽ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളിലൊന്നും ആരിടപെടുന്നില്ല? ഗവൺമെൻറ് ഇടപെടുന്നില്ല. പിന്നെ നാലാമത്തതായിട്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, സ്വകാര്യ സ്വത്തവകാശം ഉണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്യാപിറ്റലിസത്തിൻ്റെ പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മളിവിടെ അപ്പോൾ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എഴുതിയത് അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതൊന്ന് നമുക്ക് വായിച്ചു പോവാം. ഇൻ എ മാർക്കറ്റ് ഇക്കോണമി ഓൾസോ കോൾഡ് ക്യാപിറ്റലിസം, ഓൺലി ദോസ് കൺസ്യൂമർ ഗുഡ്സ് വിൽ ബി പ്രൊഡ്യൂസ്ഡ് that are in demand, that is goods that can be sold profitably either in the domestic or in the foreign market. If cars are in demand, cars will be produced. If bicycles are in demand, bicycles will be produced. മനസ്സിലായോ? അവിടെ എന്താ പറഞ്ഞത്? മാർക്കറ്റ് ഇക്കോണമിയിൽ ഏതിനാണോ ഡിമാൻഡ് ഉള്ളത്, ഏതിനാണോ കൂടുതൽ പ്രൈസ് കിട്ടുന്നത്, പ്രൊഡ്യൂസറിന് ഏതിനാണോ പ്രോഫിറ്റ് കിട്ടുന്നത് അത് ഉൽപ്പാദിപ്പിക്കും. ഇനി if labor is cheaper than capital, more labor intensive methods of production will be used and vice versa. നേരത്തെ പറഞ്ഞ തന്നെ ലേബർ ചീപ്പാണെങ്കിൽ ലേബർ ഉപയോഗിച്ചിട്ടുള്ള ഹൗ ടു പ്രൊഡ്യൂസ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ്. അല്ല മെഷീനാണ് ചീപ്പറെങ്കിൽ മെഷീൻ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തും. ഇൻ എ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി ദ ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് പീപ്പിൾ നോട്ട് ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് പീപ്പിൾ നീഡ് ബട്ട് ഓൺ ദ ബേസിസ് ഓഫ് ദ പർച്ചേസിംഗ് പവർ, ദ എബിലിറ്റി ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസ്. ആരുടെ കയ്യിലാണോ പണമുള്ളത്, ആർക്കാണോ പൈസ കൊടുത്ത് സാധനം വാങ്ങാൻ സാധിക്കുന്നത് അവർക്ക് വേണ്ടി ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കും. അതങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് വൺ ഹാസ് ടു ഹാവ് മണി ഇൻ ദ പോക്കറ്റ് ടു ബൈ ഇറ്റ്. ലോ കോസ്റ്റ് ഹൗസിംഗ് ഫോർ ദ പുവർ ഈസ് മച്ച് നീഡഡ് ബട്ട് വിൽ നോട്ട് കൗണ്ട് ആസ് ഡിമാൻഡ് ഇൻ ദ മാർക്കറ്റ് സെൻസ് ബിക്കോസ് പുവർ ഡു നോട്ട് ഹാവ് ദ പർച്ചേസിംഗ് പവർ ടു ബാക്ക് ദ ഡിമാൻഡ്. ആസ് എ റിസൾട്ട് ദിസ് കമ്മോഡിറ്റി വിൽ നോട്ട് ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ആസ് പെർ മാർക്കറ്റ് ഫോഴ്സസ്. ഇവിടെ പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ഒരുപാട് ദരിദ്രരുണ്ട്, അവർക്ക് ലോ കോസ്റ്റ് ഹൗസിംഗ്, കുറഞ്ഞ വിലയ്ക്കുള്ള ചീപ്പായിട്ടുള്ള ഹൗസിംഗ് അവർക്ക് ആവശ്യമാണ്. പക്ഷേ അവരുടെ കയ്യിൽ അതിന് ഉള്ള പൈസ ഇല്ല, അതുകൊണ്ട് തന്നെ അത് അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്നാണ് പറയുന്നത്. അവിടെ അപ്പോൾ such a society did not appeal to Jawaharlal Nehru or first Prime Minister, for it meant the great majority of the people of the country would be left behind without the chance to improve their quality of life. അപ്പോൾ അങ്ങനെ ഒരു സൊസൈറ്റി, അങ്ങനെ ഒരു മാർക്കറ്റ് ഇക്കോണമി അഥവാ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി നമ്മളുടെ പിന്നെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന് ഒരിക്കലും അവർക്ക് ആർക്കും തൃപ്തി വന്നില്ല. കാരണം ഇവിടെയുള്ള മെജോറിറ്റി ആയിട്ടുള്ള
തരത്തിലുള്ള പുവറിൻ്റെ ആവശ്യങ്ങളൊന്നും അവിടെ അംഗീകരിക്കപ്പെടുന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യലിസ്റ്റ് സൊസൈറ്റിയാണ്. അപ്പോൾ സോഷ്യലിസ്റ്റ് സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാം ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഒരു പ്ലാനിങ് അതോറിറ്റി ഉണ്ടാവും, പ്ലാനിങ് ബോർഡ് ഉണ്ടാവും, സെൻട്രലൈസ്ഡ് പ്ലാനിങ് അതോറിറ്റി. ആ സെൻട്രലൈസ്ഡ് പ്ലാനിങ് അതോറിറ്റി രാജ്യം മുഴുവൻ നോക്കിയിട്ട് ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എന്താണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, ജനങ്ങളുടെ ഇഷ്ടമല്ല, ചോയ്സ് അല്ല, ജനങ്ങൾക്ക് എന്താണോ ആവശ്യം അത്തരത്തിലുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കും. എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ളതോ അവിടെ നോക്കും. അവിടെ പുവറായിട്ടുള്ള ജോലി കിട്ടാത്ത ആളുകളുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ, ലേബറേഴ്സാണ് കൂടുതലുണ്ടെങ്കിൽ അവർ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്ക് ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കും. അതല്ല, ലേബറേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്, പിന്നെ മെഷീനറി വേണം എന്നുണ്ടെങ്കിൽ അവർ മെഷീനറി ഉപയോഗിച്ചിട്ട് ഉൽപ്പാദനം നടത്തും. ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മളതൊന്ന് വായിച്ചു നോക്കാം. എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആൻസേഴ്സ് ദ ത്രീ ക്വസ്റ്റ്യൻസ് ഇൻ എ ടോട്ടലി ഡിഫറെൻറ്റ് മാനർ. ഇൻ എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ദ ഗവൺമെൻറ് ഡിസൈഡ് വാട്ട് ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ നീഡ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഗവൺമെൻറ്റാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഇറ്റ് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ഗവൺമെൻറ് നോസ് വാട്ട് ഈസ് ഗുഡ് ഫോർ ദ പീപ്പിൾ ഓഫ് ദ കൺട്രി ആൻഡ് സോ ദ ഡിസയേഴ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ആർ നോട്ട് given much importance. അത് പിന്നെ നമ്മൾ അവിടെ അസ്യൂം ചെയ്യുക, ഗവൺമെൻറ്റിന് അറിയാം എന്താണ് ജനങ്ങൾക്ക് നല്ലത്, അതുകൊണ്ട് തന്നെ ഉപഭോക്താക്കളുടെ ചോയ്സിനൊന്നും അവിടെ പ്രാധാന്യമില്ല. ഗവൺമെൻറ് അഥവാ പ്ലാനിങ് അതോറിറ്റി തീരുമാനിക്കും എന്തുൽപ്പാദിപ്പിക്കണം, അത് വാങ്ങി നമ്മൾ ഉപയോഗിച്ചോളൂ, അത്രയേ ഉള്ളൂ. ദ ഗവൺമെൻറ് ഡിസൈഡ്സ് ഹൗ ഗുഡ്സ് ആർ ടു ബി പ്രൊഡ്യൂസ്ഡ് ആൻഡ് ഹൗ ദേ ഷുഡ് ബി ഡിസ്ട്രിബ്യൂട്ട്. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും ആര് തീരുമാനിക്കും? ഗവൺമെൻറ് തീരുമാനിക്കും. ലേബർ ഇൻറ്റൻസീവ് വേണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് വേണോ എന്നുള്ളത്, എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതോ. അങ്ങനെയുള്ള കൺട്രികളിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി അല്ലെങ്കിൽ റേഷൻ ഷോപ്പുകൾ വഴി അവർ ജനങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആവശ്യമുള്ള തരത്തിൽ അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇൻ പ്രിൻസിപ്പിൾ ഡിസ്ട്രിബ്യൂഷൻ അണ്ടർ സോഷ്യലിസം ഈസ് സപ്പോസ് ടു ബി ബേസ്ഡ് ഓൺ വാട്ട് പീപ്പിൾ നീഡ് ആൻഡ് നോട്ട് ഓൺ വാട്ട് ദേ ക്യാൻ അഫോർഡ് ടു പർച്ചേസ്. അവിടെ ആൾക്കാരുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ചിട്ടല്ല എന്ത് ചെയ്യുന്നത്, സാധനങ്ങൾ വാങ്ങുന്നത് അവരുടെ പൈസയ്ക്ക് അനുസരിച്ചിട്ടല്ല. അപ്പം ഒരാൾക്ക് ബിരിയാണി തിന്നണം എന്ന് തോന്നുകയാണെങ്കിലും ഗവൺമെൻറ് വിചാരിക്കുകയാണ് ബിരിയാണി ഒന്നും തിന്നണ്ട, നിങ്ങളിപ്പോൾ തൽക്കാലം ചപ്പാത്തി തിന്നാൽ മതി എന്ന് വിചാരിച്ചാൽ ഗോതമ്പേ കൊടുക്കുള്ളൂ എന്നർത്ഥം. അൺലൈക്ക് അണ്ടർ ക്യാപിറ്റലിസം, ഫോർ എക്സാമ്പിൾ, എ സോഷ്യലിസ്റ്റ് നേഷൻ പ്രൊവൈഡ്സ് ഫ്രീ ഹെൽത്ത് കെയർ ടു ഓൾ ഇറ്റ്സ് സിറ്റിസൻസ്. പക്ഷേ ജനങ്ങൾക്ക് എല്ലാവർക്കും പിന്നെ എന്ത് ഫ്രീ ഹെൽത്ത് കെയർ, ഫ്രീ എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഒരേ ഓപ്പർച്യൂണിറ്റീസ് ലഭ്യമാകും. ഫോർ എക്സാമ്പിൾ, സോഷ്യലിസ്റ്റ് നേഷൻ സ്ട്രിക്ട്ലി എ സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഹാസ് നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിൻസ് എവറിത്തിങ് ഈസ് ഓൺഡ് ബൈ ദ സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേറ്റാണ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും. അവിടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്നുള്ളത് ഇല്ല. ഇൻ ക്യൂബ ആൻഡ് ചൈന, ഫോർ എക്സാമ്പിൾ, മോസ്റ്റ് ഓഫ് ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ഗവേൺഡ് ബൈ ദ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. ഇപ്പം ഏകദേശം സോഷ്യലിസ്റ്റ് കൺട്രി ആയിട്ടുള്ള ക്യൂബയിലും ചൈനയിലും മിക്കവാറും എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും ഏത് ബേസിസിലാണ്? സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലാണ്. ഇതും കൂടി നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അവിടെയും കിട്ടുന്നില്ല. അതെന്താ പറ്റിയെന്ന് ആർക്കറിയാം? ഞാനിവിടെ വലിയ കാര്യത്തിൽ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ്, കാണുന്നില്ല. എന്തായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾ ഒന്നും കൂടി കേട്ട് നോക്കുക. നമ്മൾക്ക് 15 മിനിറ്റാണ് സമയം, അതിൽ കൂടുതൽ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കുക. മോസ്റ്റ് ഇക്കോണമീസ് ആർ നവഡേയ്സ് മിക്സ്ഡ് ഇക്കോണമി. ഇപ്പം കൃത്യമായ ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമിയോ അല്ലെങ്കിൽ കൃത്യമായ സോഷ്യലിസ്റ്റ് ഇക്കോണമിയോ നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം മിക്സ്ഡ് ഇക്കോണമിയാണ്. ദ ഗവൺമെൻറ് ആൻഡ് ദ മാർക്കറ്റ് ടുഗദർ ആൻസർ ദ 3 ക്വസ്റ്റ്യൻസ് of what to produce, how to produce and how to distribute what is produced. In a mixed economy, the market will provide whatever goods and services it can produce well, and the government will provide essential goods and services which the market fails to do. അതായത് മിക്സ്ഡ് ഇക്കോണമിയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും മുകളിൽ പറഞ്ഞ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ കൂട്ടിച്ചേർത്തുണ്ടാക്കിയ ഒരു ഇക്കോണമിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിക്സ്ഡ് ഇക്കോണമി എന്ന് പറയുന്നത്. അപ്പം മിക്സ്ഡ് ഇക്കോണമിയുടെ തുടക്കകാലത്ത് മിക്സ്ഡ് ഇക്കോണമിയുടെ ഏറ്റവും നല്ല എക്സാമ്പിൾ ഇന്ത്യ ആയിരുന്നു.
ഇപ്പം ഓൾമോസ്റ്റ് ഓൾ ഇക്കോണമീസ് ആർ മിക്സ്ഡ് ഇക്കോണമീസ്. അതിൽ എത്രത്തോളം ഗവൺമെൻറ്റിന് പ്രാധാന്യമുണ്ട്, എത്രത്തോളം പ്രൈവറ്റ് സെക്ടറിന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് ഓരോ രാജ്യത്തെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാൻ അടുത്തതിൻ്റെ ചാപ്റ്ററിലേക്ക് കടക്കാം.